പണ്ടൊരിക്കൽ നാട്ടിൻപുറത്തെ ഒരു പെൺകുട്ടിക്കുണ്ടായ അനുഭവകഥയാണിത്. മീനാക്ഷി എന്ന കുട്ടിയും തൻ്റെ അനിയനും ഒരിക്കൽ വീടിൻ്റെ അടുത്തുള്ള തേക്കിൻകാട്ടിലേക്ക് പോയി. അവിടെ പിള്ളേരെല്ലാം കളിക്കുന്നൊരു സ്ഥലമുണ്ട്. ഒരു അവധി ദിവസമായിരുന്നു അന്ന്. കുട്ടികളെല്ലാവരുമുണ്ട്. കുട്ടികൾ അവിടെ കളിച്ചുകൊണ്ടിരിക്കെ ആ തേക്കിൻകാടിൻ്റെ അപ്പുറം വശം പഞ്ചായത്ത് വക ഒരു ശ്മശാനമുണ്ട്. അന്ന് ഉച്ചയ്ക്ക് ഒരു 12 മണിയായിരിക്കുന്നു. കുട്ടികൾ കുറച്ചു പേരെല്ലാം വീട്ടിലേക്ക് പോയി. മീനാക്ഷിയും അവളുടെ അനിയനും പിന്നെ മറ്റ് 3 കുട്ടികൾ മാത്രമാണ് പിന്നീട് അവിടെ ഉണ്ടായിരുന്നത്. അല്പം കഴിഞ്ഞ് ആരോ ഉറക്കെ കൂവുന്ന ശബ്ദം കുട്ടികളായ ഇവർ കേട്ടു. ആ ശ്മശാനമുള്ള ഭാഗത്തു നിന്നാണ് ആ ശബ്ദം. ഇനി വല്ല ആടിനോ മറ്റോ മേയ്ക്കാൻ വന്നവരായിരിക്കുമെന്ന് ഇവരും കരുതി. കാരണം ആ ഭാഗത്ത് കുറച്ചു പേർ ആടിനെയും കന്നിനെയും മേയ്ക്കാൻ വരുന്ന ഇവർക്ക് അറിയാവുന്നതാണ്. 1-2 തവണ അവർ ആ കൂവുന്ന ശബ്ദം കേട്ടു. പിന്നെ കേട്ടില്ല. ഇവർ അത് പിന്നെ ശ്രദ്ധിക്കാതെ അവിടെ നിന്നു. അവിടെ ഇരുന്ന് കളിക്കുകയാണ്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അതിലുണ്ടായിരുന്ന രാധ എന്ന കുട്ടി ബാക്കിയുള്ള ഈ മീനാക്ഷിയും മറ്റു കുട്ടികളെയും വിളിച്ചുകൊണ്ട് ദേ അങ്ങോട്ട് നോക്കുക എന്ന് പറഞ്ഞു കൈ ചൂണ്ടി. ഇവർ നോക്കുമ്പോൾ ആ കാടിന്റെ മറുവശത്തെ ഒരു പൂളമരത്തിന്റെ ചുവട്ടിൽ ഒരു വൃദ്ധയായ സ്ത്രീ നിൽക്കുന്നുണ്ട്. അവർ ഇവരെ കൈമാടി വിളിക്കുകയാണ്. അപ്പോൾ മീനാക്ഷി എന്ന് ഈ കുട്ടി പറഞ്ഞു, നിങ്ങൾ ഇവിടെ നിൽക്ക്, ഞാൻ പോയി എന്താ എന്ന് ചോദിച്ചിട്ട് വരാമെന്ന്. അങ്ങനെ പറഞ്ഞ് മീനാക്ഷി പകുതി ദൂരം ചെന്നു. എന്നിട്ട് അവരോട് എന്താണെന്ന് വിളിച്ചു ചോദിച്ചു. അന്നേരം ആ വൃദ്ധയായ സ്ത്രീ അല്പം വെള്ളം വേണമെന്ന രീതിയിൽ ആംഗ്യം കാണിക്കാൻ തുടങ്ങി. അവൾ അത് കണ്ട് മനസ്സിലാക്കി തിരിച്ചു കൂട്ടുകാർക്ക് അടുത്തെത്തി. ശേഷം അവർ വെള്ളമാണ് ചോദിക്കണേ എന്ന് പറഞ്ഞ് അവൾ തൻ്റെ അനിയനോട് അല്പം വെള്ളം എടുത്തു കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. എന്നാൽ അവൻ തനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി. എന്നാൽ താൻ തന്നെ പോയി എടുത്തോളാം എന്ന് പറഞ്ഞ് അവൾ വീട്ടിലേക്ക് ഓടി. വീട് തൊട്ടടുത്ത് തന്നെയാണ്. മീനാക്ഷി അവളുടെ വീട്ടിലെത്തി. വാതിൽ തുറന്നു കിടപ്പുണ്ട്. ആരെ ഇപ്പോൾ അകത്ത് എന്ന ഭാവത്തിൽ അവൾ അകത്തേക്ക് നോക്കി. അകത്ത് കയറി നോക്കിയപ്പോൾ അമ്മയായിരുന്നു വീട്ടിൽ വന്നിരിക്കുന്നത്. അവർ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനായി വീട്ടിൽ വന്നതായിരുന്നു. അടുത്ത ഭാഗത്തായിരുന്നു അവർക്കൊന്ന് പണിയുണ്ടായിരുന്നത്. അനിയൻ എവിടെയെന്ന് അമ്മ അവളോട് ചോദിച്ചു. അവൻ അവിടെ കളിക്കുന്നുണ്ടെന്ന് അവൾ പറഞ്ഞു. അവൾ അവിടെ ഇരുന്നൊരു കുപ്പിയിൽ വെള്ളം നിറയ്ക്കാൻ തുടങ്ങി. അത് കണ്ട് അവളുടെ അമ്മ ഇതെന്തിനാ നീ വെള്ളം നിറയ്ക്കണേ എന്ന് അവളോട് ചോദിച്ചു. അപ്പോൾ അവൾ അവിടെ ഒരു അമ്മൂമ്മ നിൽപ്പുണ്ട്. അവർ വെള്ളം ചോദിച്ചതാണെന്ന്. ഏതമ്മൂമ്മ? അവളുടെ അമ്മ ഇവളോട് ചോദിച്ചു. ആ എനിക്കറിയില്ല, ഞാൻ ആദ്യമായി കാണുന്നതാണ്, ഇവിടെ മുന്നേ കണ്ടിട്ടില്ലെന്ന് മീനാക്ഷി അമ്മയോട് പറഞ്ഞു. ശരി നടക്കൂ, ഞാനും വരാമെന്ന് അമ്മ പറഞ്ഞു. ഇരുവരും അങ്ങോട്ട് നടന്നു. മറ്റു കുട്ടികളും മീനാക്ഷിയുടെ അനിയനും അവിടെയുണ്ട്. ഇവർ അവരുടെ അടുത്തെത്തി. എവിടെ നീ പറഞ്ഞ അമ്മൂമ്മ എന്ന് അവളോട് അമ്മ മീനാക്ഷിയോട് ചോദിച്ചു. അവൾ ആ വശത്തേക്ക് നോക്കിയപ്പോൾ അവരെ കാണുന്നില്ല. ദാ അവിടെയാണ് ഞങ്ങൾ അവരെ കണ്ടതെന്ന് ഇവളും ഈ കുട്ടികളും പറഞ്ഞു. എന്തിലും ആവട്ടെ, മതി കളിച്ചത്, എല്ലാവരും ഇങ്ങ് പോരെ എന്ന് അമ്മ പറഞ്ഞു. എല്ലാവരും കൂട്ടി അവിടെ നിന്നും പോന്നു. വീട്ടിലെത്തിയ ശേഷം അവരോടെല്ലാവരോടും കൂടെ അമ്മ ഇങ്ങനെ പറഞ്ഞു, ഇനി ഉച്ച സമയത്തൊന്നും കാട്ടിലിരുന്ന് കളിക്കണ്ട എന്ന്. അങ്ങനെ അന്ന് രാത്രി എല്ലാവരും നല്ല ഉറക്കമാണ്. പുറത്ത് കെട്ടിയിട്ടിരിക്കുന്ന നായ പതിവില്ലാതെ കുരയ്ക്കുന്ന ശബ്ദം കേട്ട് മീനാക്ഷിയുടെ അമ്മ കല്യാണി ഉണർന്നു. അവർ ഭർത്താവായ രാജനെ വിളിച്ചു. നായ കുരയ്ക്കുന്നത് കേട്ടില്ലേ, ഒന്ന് പോയി നോക്കിയെന്ന്. ആ അത് വല്ല പന്നിയോ മാനോ പോകുന്നത് കണ്ടു കാണും, നീ അവിടെ മിണ്ടാതെ കിടക്കുകയെന്ന് അയാൾ പറഞ്ഞു. എന്നാൽ ഇവർക്ക് എന്താണെന്ന് നോക്കണമെന്നായി. അവർ അവിടെ നിന്ന് എഴുന്നേറ്റു. വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി. അപ്പോൾ നായ ഇവരെ കണ്ടതും കുര നിർത്തി. എന്താണെന്നൊന്ന് കുരയ്ക്കണേയെന്ന് അവർ നായയോട് ചോദിച്ചു. വീടിൻ്റെ പുറത്തെ വശത്തേക്ക് അവർ നോക്കിയപ്പോൾ അവിടെ ആരോ നിൽക്കുന്നത് പോലെ അവർക്ക് തോന്നി. വെട്ടം കുറഞ്ഞ ആ ടോർച്ച് അവർ അവിടേക്ക് തട്ടി തട്ടി അടിച്ചു നോക്കി. അപ്പോൾ അവിടെ വൃദ്ധയായ ഒരു സ്ത്രീ ഇവരെ നോക്കി നിൽക്കുന്നുണ്ട്. കണ്ടാൽ പേടിക്കുന്ന തരം നോട്ടമായിരുന്നു അത്. പേടിച്ചുകൊണ്ട് അവർ ഉടൻ തന്നെ അകത്തേക്ക് കയറി. അകത്ത് ചെന്ന് ഭർത്താവിനോട് കാര്യം പറഞ്ഞു. അയാൾ വേഗം ചാടി എഴുന്നേറ്റ് ഓടി വന്നു. എന്നാൽ പിന്നെ നോക്കിയപ്പോൾ അവിടെ ആ വൃദ്ധയെ കണ്ടില്ല. അന്നേരം രാജൻ കല്യാണിയെ ഒരുപാട് വഴക്ക് പറഞ്ഞു. അവർ വാതിലടച്ച് അകത്ത് കയറി. അപ്പോൾ മുറിയിൽ കിടന്നിരുന്ന മീനാക്ഷി ഒരു ഗ്ലാസ്സിൽ വെള്ളം കൊണ്ട് ആ ജനൽ സൈഡിലേക്ക് പോകുന്നത് കണ്ടു. ഇരുവരും ഇവൾ ഇതെന്താ ചെയ്യണേന്ന് നോക്കി നിന്നു. അപ്പോൾ
ഇവൾ ആ ജനൽ തുറന്ന് ആ ഗ്ലാസ്സിലെ വെള്ളം അവിടെ വെച്ച് പുറത്തേക്ക് നോക്കി നിൽക്കുകയാണ്. ഇരുവരും അവൾക്കരികിലേക്ക് ചെന്നു. ഇവളെ തട്ടി. എന്നാൽ ഇവൾ ഉറക്കത്തിൽ എണീറ്റ് നടക്കുന്ന രീതിയിലായിരുന്നു. ഇവളെ തട്ടി വിളിച്ചുകൊണ്ട് നീ എന്താ കാണിക്കണേ എന്ന് ചോദിച്ചു. അപ്പോഴാണ് അവൾ ശരിക്കും ഉണർന്ന രീതിയിൽ പെരുമാറാൻ തുടങ്ങിയത്. നീ ആർക്കാ ഈ വെള്ളം കൊണ്ടുവന്നേ എന്ന് അമ്മ ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, അമ്മയോട് പറഞ്ഞില്ലേ ഒരു മുത്തശ്ശി വെള്ളം ചോദിച്ചു എന്ന് ഉച്ചയ്ക്ക്. ആ മുത്തശ്ശി ഇപ്പോഴും വന്ന് വെള്ളം ചോദിച്ചു എന്ന്. അത് കേട്ടതും കല്യാണിക്ക് കാര്യം മനസ്സിലായി. എന്നാൽ രാജനൊന്നും വ്യക്തമായില്ല. എന്താ ഇവർ പറയുന്നതെന്ന് അറിയാത്ത മട്ടിൽ അയാൾ അവിടെ നിന്നു. കല്യാണി ഉടൻ തന്നെ ആ മോള് പോയി കിടക്കി എന്ന് പറഞ്ഞ് അവളെ മുറിയിലേക്ക് വിട്ടു. ശേഷം അവർ രാജനോട് കുട്ടികളെന്ന് ഉച്ചയ്ക്ക് ആ തേക്കിൻ കാട്ടിൽ കളിക്കുന്ന നേരം ഇങ്ങനെയൊരു വെറുതെ കണ്ടു എന്ന് പറഞ്ഞിരുന്നു. അവർ ഇവരോട് വെള്ളം ചോദിച്ചു. ഇവൾ അവർക്ക് വെള്ളം കൊണ്ടുപോകുന്ന നേരം ഞാൻ കണ്ടിരുന്നു. ഞാൻ കൂടെ ചെന്നു. എന്നാൽ അവരെ ഞങ്ങൾ അവിടെ കണ്ടില്ല. ആ സ്ത്രീ തന്നെയായിരിക്കും ഇപ്പോൾ പുറത്ത് ഞാൻ കണ്ടതും. അതേതോ ആത്മാവായിരിക്കാനാണ് സാധ്യത എന്ന് അവർ രാജനോട് പറഞ്ഞു. അത് കേട്ടതും അയാൾക്കും ചെറിയ ഭയമായി. ഇനി ഇത് വല്ല ശല്യമാവുമോ? അയാൾ ഭാര്യയോട് ചോദിച്ചു. ഏതായാലും നേരം വെളുക്കട്ടെ എന്ന് പറഞ്ഞ് ഇരുവരും കയറി കിടന്നു. അല്പം കഴിഞ്ഞതും വീടിനുള്ളിൽ നിന്നും ആരോ സംസാരിക്കുന്ന ശബ്ദം കേട്ട് കല്യാണി വീണ്ടും ഉണർന്നു. ആരാ ഈ നേരത്തെ എന്ന് കരുതി അവർ മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ മീനാക്ഷി അവിടെ ഇരുന്ന് സംസാരിക്കുന്നു, സ്വയം ചിരിക്കുന്നു. അവൾ കാലു നീട്ടിയിരുന്ന് വയസ്സായ അമ്മമ്മമാരെ കൂട്ട് ഇരുന്ന് ആരോടോ എന്ന മട്ടിൽ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുകയാണ്. കല്യാണി ഓടിച്ചെന്ന് അവളെ പോയി പിടിച്ചതും അവൾ ഇവരെ ഒറ്റത്തട്ടിനെ ദൂരേക്ക് മാറ്റി. എന്നിട്ട് പോയി ഇച്ചിരി വെള്ളം കൊണ്ടുപോവാ, കുറച്ച് മുറുക്കാനും എന്ന് പറഞ്ഞു. അത് കേട്ടതും ഇവർ വേഗം തന്നെ പോയി രാജനെ ഉറക്കത്തിൽ നിന്ന് തട്ടി വിളിച്ചു. എന്നിട്ട് കാര്യം പറഞ്ഞു. ഇരുവരും ഹാളിലെത്തി. അന്നേരം മീനാക്ഷി നിന്നോടല്ലേ വെള്ളവും മുറുക്കാനും കൊണ്ടുവരാൻ പറഞ്ഞേ എന്ന് പറഞ്ഞ് കുറെ തെറിയും വിളിക്കാൻ തുടങ്ങി. ഉടൻ തന്നെ അടുത്തുള്ള വീട്ടുകാരെ ഇവർ വിളിച്ചു വരുത്തി. എന്നിട്ട് മീനാക്ഷിയെ പിടിച്ച് മുറിയിലാക്കാൻ ശ്രമിച്ചു. അന്നേരം ഒരു വല്ലാത്ത ശക്തിയോടെ അവൾ എല്ലാവരെയും ആക്രമിക്കാൻ തുടങ്ങി. ഒരുവിധം അവർ ഏവരും ചേർന്ന് ഇവളെ പിടിച്ചുകെട്ടി. അന്നേരം ഒരു പ്രത്യേക രീതിയിൽ ഉള്ള ശബ്ദത്തോടെ അവൾ സംസാരിക്കാൻ തുടങ്ങി. എനിക്ക് വെള്ളം കൊണ്ട് തരാത്ത എല്ലാവരെയും ഞാൻ കൊല്ലും എന്ന് പറഞ്ഞ് എല്ലാവരെയും ഭീഷണിപ്പെടുത്താനും തുടങ്ങി. പിറ്റേ ദിവസം അടുത്തുള്ളൊരു ക്ഷേത്രത്തിലെ സ്വാമിയോട് ഇവർ ചെന്ന് കാര്യം പറഞ്ഞു. അന്നും വൈകുന്നേരത്തോടെ സ്വാമി ആ വീട്ടിലെത്തിയതും അവൾ ഉറക്കെ സ്വാമിയോട് പോവാൻ പറ, അല്ലെങ്കിൽ വീടും ഇവിടെയുള്ളവരെയും ഞാൻ കൊന്നുകളയുമെന്ന് ഉറക്കെ പറയാൻ തുടങ്ങി. സ്വാമി വന്ന് പൂജാകളമെല്ലാം ഒരുക്കി. അങ്ങനെ ഇവളെ പിടിച്ച് എല്ലാവരും പൂജാകളത്തിൽ കൊണ്ടുവന്ന് ഇരുത്തി. ശേഷം അവിടെ ഇരുത്തി സംസാരിപ്പിക്കാൻ തുടങ്ങി. അന്നേരം ആ കുട്ടിയുടെ മേലെ കയറിയ ആത്മാവ് സംസാരിക്കാൻ തുടങ്ങി. താൻ അനാഥയായ ഒരു വൃദ്ധയാണെന്നും റോഡിൽ കിടക്കുന്ന കുപ്പികൾ പെറുക്കി ജീവിച്ചു വരികയായിരുന്നുവെന്നും ഒരിക്കൽ വഴിയിൽ തളർന്നു വീണ ശേഷം വെള്ളം കിട്ടാതെയാണ് അവർ മരണപ്പെട്ടതെന്നും തനിക്ക് വേണ്ടി ആരും ക്രിയകൾ ചെയ്യാത്തതിനാൽ അവർക്ക് മോക്ഷവും ലഭിച്ചിട്ടില്ല എന്ന് ഈ സ്വാമിയുടെ മുന്നിൽ വെച്ച് എല്ലാവരുടെയും മുന്നിൽ വെച്ച് ആ ആത്മാവ് പറഞ്ഞു. ഒടുവിൽ അവർക്ക് വേണ്ടി ക്രിയകൾ ഇവർ നടത്തി കൊടുത്താൽ ഈ കുട്ടിയെ വിട്ടു പോകാമോ എന്ന് ചോദിച്ചപ്പോൾ ആ പോയിക്കോളാം എന്ന് ഈ ആത്മാവ് സമ്മതിച്ചു. ഒടുവിൽ അവർക്ക് വേണ്ട ക്രിയകളെല്ലാം നടത്താമെന്ന ഉറപ്പ് നൽകി. അതോടെ ആ ആത്മാവ് ആ കുട്ടിയുടെ ശരീരത്തിൽ നിന്നും പിൻവാങ്ങിപ്പോയി. മീനാക്ഷി എന്ന സ്ത്രീക്ക് അവരുടെ കുട്ടിക്കാലത്തുണ്ടായ ഒരു അനുഭവകഥയാണിത്. ഈ അനുഭവകഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എന്നാൽ അടുത്തൊരു അനുഭവകഥയുമായി നമുക്ക് വീണ്ടും കാണാം. സീ യു സൂൺ.